ഈ ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, യേശു എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറുന്നത് തുല്യമാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറ്റിയിട്ട് പറയുക, നിങ്ങൾക്ക് എന്തും ഇവിടെ നിന്ന് മേടിക്കാം, എന്തും മേടിക്കാം, സൗജന്യമാണ്, ഞാൻ അതിന് പേ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ, ചില യൂട്യൂബേഴ്സൊക്കെ ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് സമയം കൊടുത്തിട്ട് എന്തും മേടിച്ചോളാൻ പറയും. ഈ 1 മിനിറ്റ് നേരത്തേക്കുള്ള ആൾക്കാരുടെ ആ ഇടി കാണാൻ വേണ്ടി റഷ് ചെയ്ത് അവരെങ്ങനെ എന്നൊക്കെ കിട്ടുമോ അതെല്ലാം മേടിക്കാൻ നോക്കും. സൗജന്യമാണെന്നറിയുമ്പോൾ നമ്മളെല്ലാം ആ മെൻറ്റാലിറ്റിയാണ്. എന്നാൽ ഞാൻ ഇന്ന് വലുതും വിലപ്പെട്ടതും നിന്നുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യത്തെക്കാട്ടിലും, സ്വർണമായിക്കോട്ടെ വെള്ളി ആയിക്കോട്ടെ, എന്തിനേക്കാട്ടിലും വിലപ്പെട്ട ഒന്നാണ് യേശു എന്ന് പറയുന്നത്. അതെനിക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ആ യേശുവിനോട് ഞാൻ എത്രത്തോളം ദാഹത്തോടെ ആയിരിക്കുന്നത്. ഞാൻ സൗജന്യമായി എന്തെങ്കിലും തരുന്നെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇടിച്ചു തള്ളി നിൽക്കുവോ, അതിലും ദാഹത്തോടെ, അതിലും ആഗ്രഹത്തോടെ ഇന്ന് യേശുവിൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീടുകൾക്കുള്ളിൽ, നിങ്ങളുടെ ഭവനത്തിന്, നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെ പോവാൻ യേശു അനുവദിക്കത്തില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിൽ ഒരു ജയാളിയെ പോലെ ജീവിക്കുവാൻ വേണ്ടിയാണ്. ജയാളിയെ പോലെ ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വെറുതെ പോകുന്ന ഒരാളല്ല യേശു. അവൻ ഈ ബൈബിളിൽ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ എഴുതിയിട്ടുണ്ടോ ഈ ലോകത്തിൽ നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ കാണിക്കുക തന്നെ ചെയ്യും. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പറഞ്ഞത്. നിങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ഇമേജാ. ദൈവം അനുഗ്രഹിക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്ന ആളെ അല്ലെ എൻ്റെ ജീവിതം കാണുമ്പോൾ പറയണം യേശു അനുഗ്രഹിക്കുന്നവനാന്ന്. യേശു അത്ഭുതം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണ് നോക്കുന്നവർ പറയണം ഇത് അത്ഭുതം ചെയ്യുന്ന യേശുവാ. യേശു ക്യാൻസർ സൗഖ്യമാവോ, ക്യാൻസർ ഉള്ള വ്യക്തി നിന്നെ കാണുമ്പോൾ മനുഷ്യൻ പറയണം ഏത് സ്റ്റേജ് 4 or 5 ആയിക്കോട്ടെ, അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നതെന്ന്. 4 ദിവസം പഴക്കമായ ഒരു ശരീരത്തിന് ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്ന യേശുവിന് സാധിക്കും. ബൈബിൾ മൊത്തം എഴുതിയിരിക്കുന്നത് മൊത്തം യേശു ചെയ്ത അസാധാരണമായ പ്രവൃത്തികളാണ്. ഇന്ന് കൃപയാൽ എല്ലാം സൗജന്യമായി ലഭിച്ചവരാ നിങ്ങളും ഞാനും. പണ്ട് മനുഷ്യൻ പ്രവൃത്തിയാൽ ചെയ്തിരുന്നതെല്ലാം ഇന്ന് കൃപയാൽ എനിക്ക് വിശ്വാസം മൂലം സകലതും ലഭിച്ചിരിക്കുക. ഇന്ന് വിശ്വാസം മൂലം ബൈബിളിൽ അത് ഞാൻ ഒരു ദിവസം എടുക്കാം. ഈ ലോകത്തിലുള്ളതും വരുവാനുള്ള ലോകത്തിലും സകലതും എനിക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നതാണ് കൃപയാൽ. ഈ കൃപ എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് വെളിപ്പെടുന്നത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഗ്രേസ് എന്ന് പറയുന്നത് വലിയൊരു വൈഡർ ടോപ്പിക്കാണ്. നമ്മളെല്ലാം യേശു ക്ഷമിക്കുന്നവനാ, കൃപയാൽ യേശു ക്ഷമിക്കുന്നവനാ. എന്നാൽ ക്രൂശിൽ യേശു തന്നെ സ്വന്തം ജീവനെ, ഈ ഒരു സറണ്ടർ ഉണ്ട്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റവും കൂടുതൽ എന്നിൽ വെളിപ്പെടുന്നത്. കൃപയ്ക്ക് നിങ്ങളുടെ മേൽ വരണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വിട്ടുകൊടുക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലോക മനുഷ്യർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ പാതി ദൈവം പാതിയാ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഹെവൻലി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ഹെവൻലി കിങ്ഡത്തിനകത്ത് ആ ഒരു പ്രിൻസിപ്പിൾ അല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് പകുതിയെ ചെയ്യാൻ പറ്റത്തുള്ളെന്നല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ എഴുതിയിട്ടില്ല നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപ നിന്റെ പ്രവൃത്തിയാലാന്ന് എഴുതിയിരിക്കും. നിന്റെ പ്രവൃത്തിയാലല്ല നിനക്ക് യാതൊന്നും ലഭിച്ചിരിക്കുന്നേ, കൃപയാല. അതുകൊണ്ട് ഞാൻ പാതി എന്നുള്ളത് വേണ്ട, എന്നിൽ യേശു മതി. ഇതാണ് ഒരു സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ ജ്ഞാനം, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ ആശ്രയങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ എവിടെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടോ ഇത് അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. കൃപയും വർക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്.
ഞാനൊരു കയറിൻ്റെ അറ്റം ഇട്ടിട്ട് നിങ്ങൾക്ക് തരുമോ, എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കയർ എടുത്തോ, അല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ നേരെ ജോസിലിൻ്റെ കൈ കൊടുക്കുക. കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഞാൻ പിടിച്ചുകൊണ്ടിരുന്നാൽ ഇത് ജോസിലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, എനിക്കും പ്രയോജനമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പെടുന്ന പ്രശ്നങ്ങൾ, ഞാൻ ഇവിടെയും ആശ്രയിക്കും അവിടെയും ആശ്രയിക്കും, യേശുവിനെയും വിളിക്കും. അവിടെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എവിടെ എൻ്റെ കഴിവുകൾ മാറ്റി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുവോ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടും. കൃപ എന്ന് പറയുന്നതിനെ അസാധാരണമായ ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചത് ഇതൊരു എന്താ ഒരു എക്സാജറേറ്റഡ് ഒരു വാക്യമായി എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കണ്ണ് കാണാത്തത് എന്താ, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, സയൻസിന് പറ്റാത്തത്, മനുഷ്യൻ ചിന്തിച്ചാൽ പറ്റാത്തത്, ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നവനെ എങ്ങനെ ഇന്ന് രാജാക്കന്മാരുടെ നടുവിൽ ഇരുത്തുന്ന, ഈ കുപ്പയിൽ കിടന്ന ലാസറിനെ മടിയിലിരുത്താൻ പറ്റുന്ന ഒരു ദൈവത്തെയാണ് നീയും ഞാനും വിശ്വസിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയെ നോക്കി നാളത്തെ എന്നെ നീ വിധിക്കാൻ നിൽക്കല്ല്. ഇന്ന് ഞാൻ ഏതവസ്ഥയിലാണല്ല, ഞാൻ ആരുടെ കൂടെയാ നിൽക്കുന്നതെന്ന് ഓർത്തോണം. അവൻ എന്നെ രാജാക്കന്മാരുടെ ഇടയിൽ ഏത് ശൂന്യമായതിനെയും നിറച്ച്, ഏത് അഞ്ചപ്പത്തെ വർദ്ധിപ്പിച്ച്, എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ പോലും അത്ഭുതപ്പെടുന്നത് പോലെ ഈ നാളുകൾ വരാൻ പോകുന്ന കൃപയുടെ അത്യന്ത ധനം എന്താണ് നിങ്ങളും വിസ്മയിക്കും, കാണുന്ന ജനവും വിസ്മയിച്ചു പോകുന്നത് പോലെ. Grace and his riches, കൃപയുടെ അത്യന്ത ധനം ഈ സഭയ്ക്കകത്ത് നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും എന്താണ് ലോകം തിരിച്ചറിയാൻ പോവാ. വിളിക്കുന്നവന്റെ വലിപ്പം അനുസരിച്ചിരിക്കും വിളിയുടെ വലിപ്പം. വിളിച്ചവന്റെ വലിപ്പം എന്താണോ ഓർത്തോണം, വിളിയുടെ വലിപ്പവും വലുതാണ്, ഒരുക്കിയതും വലുതാ. എന്നെ വിളിച്ചിരിക്കുന്നത് സാധാ ഒരു വീട്ടിലോട്ട് സാധാ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കറിയാം അവിടെ ഒരുക്കിയതും സാധാരണമായിരിക്കും. എന്നാൽ എന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ എൻ്റെ ആദ്യം തൊട്ടുള്ള ഓരോ സ്റ്റെപ്പിലും അത്ഭുതമായിരിക്കും, അതിൻ്റെ വലിപ്പവും വലുതായിരിക്കും. നിന്നെ വിളിച്ചിരിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ചവനാണെങ്കിൽ ഇന്നത്തെ ദിവസം അത്ഭുതമാ, വരാൻ പോകുന്ന ദിവസങ്ങളും അത്ഭുതത്തിൽ നിന്ന്. റെഡി ആയിക്കോണം അത്ഭുതത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് കയറാൻ വേണ്ടി. ഇരുന്നു. Grace and his riches, കൃപയും കൃപയുടെ അത്യന്ത ധനവും വെളിപ്പെടാൻ പോവാ ഈ ദിവസങ്ങളിൽ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ അവസാനിച്ചോ പുതിയൊരാരംഭം തുടങ്ങാൻ പോകുന്ന ദിവസങ്ങളാ. ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. എനിക്ക് എന്നിലറിയാം. ഇന്നത്തെ എന്നെ നോക്കി നിങ്ങൾ ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നാളെ ഞാൻ പോലും വിസ്മയിക്കുന്നതിർത്ത് ശുശ്രൂഷ ചെയ്യുന്നവരോടൊക്കെ പറയാം, ഇത്ര നാള് കാണാത്തത് ഇനി എങ്ങനെ കാണാനാന്നൊന്നും അല്ല. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെ, ആ ഒറ്റ ദിവസം കൊണ്ട് അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ പ്രോവേർബ്സ് സദൃശ്യവാക്യം 3:5 മാറും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ നിങ്ങളുടെ ജ്ഞാനത്തിലും നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കൃപ വർക്ക് ചെയ്യത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഈ ജഡത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ശരീരത്തിൽ തന്നെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ ചെന്നിട്ടല്ല ഒരു ഹോളി ലൈഫ് നീ ലീഡ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ഈ ജഡത്തിനകത്ത് മനുഷ്യർക്കുള്ള സകല ബലഹീനതയുമുള്ള ഒരു വ്യക്തി, മനുഷ്യർക്കുള്ള പല പരിമിതികളുമുള്ള അതേ ശരീരമാണ് നിങ്ങളുടെയും എൻ്റെയും. എന്നാൽ അതേ ശരീരത്തിനകത്ത്
അസാധാരണമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത്. അപ്പോൾ ഓർക്കരുത്, ഞാനൊരു ഉന്നതനായിട്ട് ഞാൻ കുറച്ചും കൂടെ ആരോഗ്യം പ്രാപിച്ചിട്ടല്ലേ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ട, അല്ലെ എന്നെ കൊണ്ട് ഇനിയും നടക്കത്തില്ലെന്ന് ഓർക്കരുത്. കൃപ എന്ന് പറഞ്ഞാൽ ശൂന്യമായതിനെ, തകർന്നിരിക്കുന്നതിനെ, തീർന്നതിനെ, ചാരമായിടത്ത് നിന്ന് തിരിച്ചൊരു തീയെ കത്തിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നീ വിളിക്കുന്നത്. അതാ കൃപ എന്ന് പറയുന്നത്. ബിയോണ്ട് യുവർ ലിമിറ്റ്സ്, നിങ്ങളുടെ അറിവിനും അപ്പുറമാ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സയൻസ് തോറ്റെടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതായിട്ട് നടക്കുന്നത്. യേശു പത്രോസിന്റെ പടകിൽ കയറുമ്പോൾ ഒരു സാധാരണ വ്യക്തി, തൻ്റെ അറിവിരിക്കുന്നത് മൊത്തം മീൻപിടുത്തത്തിലാണ്. എൻ്റെ അറിവിരിക്കുന്നത് മൊത്തം എനിക്ക് നമുക്ക് ഈ റോഷനോട് ഞാൻ ചോദിച്ചു, കീബോർഡ് വായിക്കുന്നതിനായിട്ട് അവനായിരിക്കും അറിവുള്ള കൂടുതൽ. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വന്നിട്ട് പറയുമോ നീ ഇന്ന രീതിയിൽ വായിക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്നെ പുച്ഛിച്ച് കളയും. യേശുവിൻ്റെ പ്രവർത്തികൾ പലതും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടാണ് നടക്കുന്നത്. യേശു പത്രോസിന്റെ പടകിൽ കയറി, പത്രോസ് കഷ്ടപ്പെട്ടിട്ട് നടക്കാത്തടത്ത് നീ വല എറിഞ്ഞോ എന്ന് പറഞ്ഞു. അതും കടലിൻ്റെ ഉള്ളിൽ ചെന്നിട്ടൊന്നുമല്ല, ഇരിക്കുന്നിടത്ത് നിന്ന് നീ വലത്തുവശത്തോട്ട് വല എറിഞ്ഞോളാൻ പറഞ്ഞു. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല എറിയാം. അവിടെ ഒരു സറണ്ടർ ആയിരുന്നു. തൻ്റെ കഴിവിനെ, തൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനെ, ഇത്രയും നാൾ താൻ ഗെയിൻ ചെയ്ത സകലത്തെയും മാറ്റിവെച്ച് ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിക്കാമെങ്കിൽ അതുവരെ ഇല്ലാത്ത മീൻ കൂട്ടം അവിടെ വന്നു. കാരണം സൃഷ്ടിതാവ് അവിടെ നിൽക്കുമല്ലേ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ അതിനെ കാണുന്നത്, പത്രോസ് വല എറിയുന്ന നിമിഷം സമുദ്രത്തിനകത്തെ മത്സ്യങ്ങൾ കുതിക്കുവാൻ തുടങ്ങി. അവൻ്റെ മേൽ അതേ മഹത്വമായിട്ടുള്ള ഒരുത്തൻ നിൽക്കുമ്പം അവന് വേണ്ടുന്ന, അവൻ്റെ വലയ്ക്കകത്ത് കയറുക എന്ന് പറയുന്നത് ആ സമുദ്രത്തിലെ മീനുകളുടെ പിന്നെ ലക്ഷ്യമായത്. സൃഷ്ടിതാവാ നിന്നോട് കൂടെ ഇരിക്കുന്നത്. ആ സൃഷ്ടിതാവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. എൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യമാണ്, ഒരു ബലഹീനമായി ഇരിക്കുമ്പോൾ ഓർത്തോണം, അവിടെ ആ ദൈവത്തിൻ്റെ ശക്തി കൂടുതലായി 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 വർദ്ധിക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ്സിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഗ്ലാസ്സിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇതിനകത്തൊരു 200 ml അല്ലെ 250 ml എനിക്ക് ഒഴിക്കാൻ പറ്റും. ഞാൻ ആ ഗ്ലാസിൻ്റെ വലിപ്പം കൂട്ടും തോറും വെള്ളത്തിൻ്റെ വലിപ്പം കൂടുതൽ കപ്പാസിറ്റി കൂടും. കൃപയുടെ വലിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടാം, എന്നാൽ ദൈവം ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാം. നീ നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിനക്ക് അനുഗ്രഹിക്കപ്പെടാം. എന്നാൽ ദൈവത്തിന് നീ വിട്ടുകൊടുക്കുമ്പോൾ കൃപ അവൻ്റെ സ്റ്റാൻഡേർഡിൽ, അവൻ്റെ പദ്ധതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലുതാകാൻ തുടങ്ങും. Surrender to see the grace of God in your life. എന്തിനാ യേശു ക്രൂശിൽ മരിച്ചേ? യേശു ക്രൂശിൽ മരിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു സറണ്ടർ ആയിരുന്നു. വേണ്ട, ജനനം തന്നെ സറണ്ടർ ആയിരുന്നു. യേശു ജനിച്ച സമയം യേശുവിനെ മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് പറയുമ്പോൾ, നീ ഗർഭം ധരിക്കാൻ പോവാ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിലും, അതും ആ കാലത്ത് മനുഷ്യരെന്ത് പറയും, കൂടെ നിൽക്കുന്നവരെന്ത് പറയും? അവിടെ പോലും മറിയ സറണ്ടർ ചെയ്തു തൻ്റെ ജീവിതം. ആ ജീവിതം സറണ്ടർ ചെയ്തെടുത്ത അത്ഭുതം നടന്നത്. ഈ ലോകത്തെ മാറ്റിയ ഒരാളുടെ ജനനം സംഭവിക്കുന്നത് തന്നെ ഒരു സറണ്ടർ ആയപ്പോഴാണ്. ഞാൻ വിട്ടുകൊടുത്തപ്പോൾ യേശു ക്രൂശിലോട്ട് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഇത് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? താൻ തൻ്റെ ജീവിതത്തെ
എന്നോടും നിങ്ങളോടുള്ള സ്നേഹത്തിൽ സാക്രിഫൈസ് ചെയ്തു. വാസ് എ സറണ്ടർ. യേശു തൻ്റെ ജീവനെ നൽകുകയായിരുന്നു. എന്നും നിങ്ങളോടുമുള്ള സ്നേഹത്തിൽ, എന്നോടും നിങ്ങളോടുമുള്ള കരുതലിൽ ഞാനും നിങ്ങളും ആരാന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, എന്നെ നിങ്ങളെയും അത്രയധികം വിലപ്പെട്ടതെന്ന് എണ്ണിയപ്പോൾ അവൻ സ്വന്തം ജീവനെ നൽകി. അപ്പോഴും യേശു ചോദിക്കുന്നത്, ഇത് എന്നിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? അത്ര അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകാൻ പോകുന്നത്. Yet he sacrificed his life. He surrendered his life. തൻ്റെ ജീവനെ നമുക്ക് നൽകിയെങ്കിൽ, വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, നിങ്ങളെയും എന്നെയും വഴിയിലിട്ടിട്ട് പോവാനല്ല അവൻ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കൃപയെ എനിക്ക് തരത്തില്ലായിരുന്നു. എന്തും വിശ്വാസത്താൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃപയെ എനിക്ക് തന്ന് വഴിയിലിട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല എന്നോട് കൂടെ ഇരിക്കുന്നത്. ഞാൻ ഇരുട്ടിൽ പോയാൽ ഇരുട്ടിൽ എന്നെ തപ്പി വരുന്നൊരു ദൈവം, ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയാലും അവിടെയും എന്നെ തേടി വരുന്നൊരു ദൈവം, എന്നെ നിങ്ങളെയും അത്രയധികം വിലപ്പെട്ടതെന്ന് ഒരാൾ. നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 5:6-7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ തന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ ഒരു വാക്യം കൂടെ വായിക്കണം. മാർക്കോസ് സുവിശേഷം 14:35-36. മാർക്ക് chapter 14 verse 35 and 36. പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് നടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്ലാൻ അല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടക്കേണ്ടത്. ഇന്ന് നിങ്ങൾ വിട്ടുകൊടുക്കുവാണെങ്കിൽ തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കേണ്ടതിന് നീ താന്ന് കൊടുക്കുവാനോ, നീ വിട്ടുകൊടുക്കാമെങ്കിൽ ആ പത്രോസ് പടകിനെ കൊടുത്തതുപോലെ ഇന്ന് ശൂന്യമായ അവസ്ഥകളെ കൊടുക്കാമെങ്കിൽ നിറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ നിറവ്, ആ യേശുവിൻ്റെ വലിപ്പം എന്താണെന്ന് നീ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയാവോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും കൂടെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ 5 അപ്പവും 2 മീനും ഒരെണ്ണം മാറ്റി വെച്ചിട്ടല്ല, 5 അപ്പവും 2 മീനെ ഉള്ളെന്നുമല്ല ചിന്തിച്ചത്. 5 അപ്പവും 2 മീനെങ്കിലും ഉണ്ടല്ലോ, ഇതിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോൾ 5000 പേർക്ക് കൊടുത്തു. പിന്നെയും മിച്ചവും വന്നു. നിന്റെ അവസ്ഥയിൽ നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് നീ യേശുവിന് കൊടുക്കാമെങ്കിൽ നിന്നെ വിസ്മയിക്കുന്നത് പോലെ ഉള്ളതിനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ നീ വിശ്വസിക്കുന്നേ? 5 ഉള്ളോ, 5 കോടിയല്ല, 5000 കോടിയാക്കാൻ കഴിവുള്ള ഒരു ദൈവമാ. കൃപയും അതിന്റെ അത്യന്ത ധനവും തിരിച്ചറിയണം. നീ ഏത് കൃപയ്ക്കകത്താ നിൽക്കുന്നത്? ആ മുടിയനായ പുത്രൻ അപ്പനിൽ നിന്ന് അകന്ന് ഓടിപ്പോയി, എല്ലാം തീർന്നു, തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു നശിപ്പിച്ചു. ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ മേലാതെ ഇരുന്ന അവസ്ഥയിൽ അവൻ ആലോചിച്ചു, ഞാൻ ആരുടെ മോനാ? ഞാൻ ആരുടെ മോനാ? എൻ്റെ അപ്പൻ്റെ അവിടുത്തെ ജോലിക്കാർ പോലും എന്ത് മനോഹരമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ശ്വാസം വലിക്കാൻ വേണ്ടിയ സകല ശ്വാസത്തെയും സൃഷ്ടിച്ച ദൈവം, കുടിച്ചിട്ടും വറ്റാത്തത്ര വെള്ളത്തെ തന്ന ദൈവം, ഈ കാലുകൊണ്ട് എന്നെ നടത്തിയ ദൈവം, അനേകർ മാറ്റപ്പെട്ടപ്പോൾ എന്നെ ഇന്നും ഉണർത്തിയ ദൈവം, ആ ദൈവത്തിന് എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ തിരിച്ചറിയാമെങ്കിൽ, ആ അവസ്ഥയിൽ കിടന്ന ആ മുടിയനായ പുത്രൻ തിരിച്ചറിഞ്ഞു, ഞാൻ ആരുടെ മോനാ? അതറിഞ്ഞ നിമിഷം പുള്ളി പിന്നെ അവിടെ ഇരുന്നില്ല. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ തുടങ്ങി അപ്പനെ കാണാൻ പോവാൻ.
കൃപാസമ്പന്നനായ ഗ്രേഷ്യസ് ഗോഡ്, കൃപാസമ്പന്നനായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതവസ്ഥയിൽ നീ പോയോ, നിങ്ങളുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് ശൂന്യമായ അവസ്ഥയിൽ ഞാൻ പോയോ, എത്ര വിട്ടും ഞാൻ മാറിപ്പോയോ, എത്ര തെറ്റിലൂടെയും ഞാൻ പോയോ, വീണ്ടും ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ തിരിച്ചു വന്നാൽ എന്നെ കാത്തിരിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അപ്പനെ കാണാൻ മകൻ ദൂരേന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ, നല്ല വസ്ത്രമില്ല, ഇവിടുന്ന് പോയ അവസ്ഥയിലല്ല അവൻ പോയിരിക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാം ഇതേ അവസ്ഥയില്ല. ഞാൻ ചിന്തിച്ച, ഞാൻ പോയ സമയമൊക്കെ ഞാൻ തകർന്നതാ. എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുതം നടന്നു. ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു അന്ധനായ കുഞ്ഞിനുണ്ടാവേണ്ട ഒരു ബുദ്ധിമുട്ടും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതെല്ലാം അപ്പായും അമ്മയും വെറുതെ പറഞ്ഞൊരു കാര്യമാണോ എന്ന്. എൻ്റെ വഴിയിലൂടെ ഞാൻ പോയതാ. ഞാൻ മനസ്സിലാക്കിയൊരു വലിയ സത്യമുണ്ട്. ഏതവസ്ഥയിൽ നീ പോയാലും ആ ആയിരിക്കുന്ന അവസ്ഥയിൽ, നല്ലതായതിന് ശേഷമല്ല, ആയിരിക്കുന്ന അവസ്ഥയിലും എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അത് യേശു മാത്രമാണ്. The way you are unconditional, പരിമിതിയില്ലാത്ത സ്നേഹം, അതിൽ നിന്ന് ആ പരിമിതിയില്ലാത്ത കൃപ നിങ്ങളുടെ മേൽ വന്നത്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിച്ചൊരു ദൈവം. ഒരിടത്ത് പോലും ഞാൻ ചിന്തിച്ചിടത്ത് ഞാൻ തീരേണ്ട അവസ്ഥയിൽ പോലും എന്നെ കരുതിയൊരു ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനകത്താണ് നിങ്ങളും ഞാനുമായിരിക്കും. ആ മുടിയനായ പുത്രനെ അപ്പൻ കണ്ട നിമിഷം, ദൂരേന്ന് കണ്ടപ്പോഴേ അവിടെ ചെന്ന് അപ്പൻ്റെ അടുക്കലെ ഒരു ജോലിക്കാരനാക്കാവോ എന്നാ ചിന്തിച്ച് ചെന്നേ. എല്ലാം തകർന്നിരിക്കുന്നിടത്തോട്ട് കണ്ട ഉടനെ ആ അപ്പൻ ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, ഇവൻ്റെ കരങ്ങളിൽ മോതിരമണിയിക്ക്, ഇവന് നല്ല വസ്ത്രമെടുക്കുക, ഇവന് വേണ്ടി ഒരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്യും, മനോഹരമായ ഒരു വിരുന്ന് ഇവന് വേണ്ടി ഒരുക്കുക. എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുക. ഇന്ന് നീ ആരാന്ന് തിരിച്ചറിഞ്ഞ് നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ, ഇന്ന് നിനക്ക് വേണ്ടിയ സകലതും ഒരുക്കി നിങ്ങളുടെ വരവിനായി കാത്തിരിക്കുന്ന ഒരു ദൈവമാ. നീ ഇന്ന് തിരിച്ചു വരുന്ന ആ നിമിഷം നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടാൻ പോവാ. നീ ആരാന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇതുവരെ നഷ്ടമായതിന് പകരമായി മനോഹരമായ ചില വലുതും വിശാലവുമായ വാതിലുകൾ യേശു ഒരുക്കുക. കൃപാസമ്പന്നനായ ദൈവം, ഗ്രേഷ്യസ് ഗോഡ്. ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല യേശു. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ സംശയിച്ചതിന് പോലും ഇത്രയും നൽകി, ഇത്രയും കരുതിയ ദൈവം എൻ്റെ സംശയത്തിന് പോലും വിടത്തില്ലായിരുന്നു. ഞാൻ ചിന്തിച്ചൊരു കാര്യം, പത്രോസ് ദൈവത്തിൻ്റെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു. യേശു വന്നിട്ട് പറയാ, നീ ഇത് കോഴിക്കൂന്നിന് എന്നെ തള്ളി പറയാൻ പോവാ, നീ എന്നിൽ നിന്ന് വിട്ടുമാറാൻ പോവാ. അവിടെ പോലും പത്രോസിന്റെ അവസാനമായിരുന്നില്ല, ദൈവത്തിന്റെ കൃപയായിരുന്നു. നീ എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നോട് കൂടെ ഇരിപ്പുണ്ട്. 4 ദിവസം പഴക്കമായ ലാസറിനെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാമെങ്കിൽ അവൻ്റെ കൃപയുടെ അത്യന്ത ധനം ഈ ആളുകളിൽ നമ്മൾ ഇതുവരെ കണ്ടതുപോലെ അല്ല. ഏത് ശൂന്യമായ അവസ്ഥയിൽ യേശുവേ നിന്റെ അടുക്കലേക്ക് ഞാൻ വരുക, ഈ പ്രശ്നത്തെ ഞാൻ യേശുവേ നിന്റെ കരങ്ങളിലേക്ക് തരുക. എൻ്റെ ബുദ്ധി വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. സകലതും നഷ്ടമായിടത്ത് നിന്ന്, സകല കാത്തിരിപ്പിന്റെ അവസാനം എത്തിയെടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് തക്ക സമയമാവുമ്പോൾ, കാണാത്തൊരു ദൈവത്തെ അല്ല നീ നിന്റെ ഓരോ സ്റ്റെപ്പും കരുതുന്നൊരു ദൈവമുണ്ട്. ഓരോ കാൽവെപ്പും എൻ്റെ നോക്കി കാൽ കല്ലിൽ തട്ടാതെ വണ്ണം എന്നെ കരുതുന്നൊരു യേശു. വിളിച്ചവൻ വിശ്വസ്തൻ തന്നെയാണ്. വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഏതവസ്ഥയിലുമായിക്കോട്ടെ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് വിളിക്കാമെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ ജീവിതം കൊടുക്കാമെങ്കിൽ,
എനിക്കെല്ലാം ആയതിനു ശേഷം ഞാൻ കൊടുക്കാൻ നിൽക്കില്ല. എനിക്ക് ശൂന്യമായതിനെ നീ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമെങ്കിൽ, എൻ്റെ സന്തോഷത്തിൻ്റെ ദൈവമായ യേശു, എൻ്റെ സമാധാനത്തിൻ്റെ ദൈവം അല്ല, എൻ്റെ ദുഃഖത്തിൻ്റെയും എൻ്റെ പ്രശ്നങ്ങളുടെയും എല്ലാം യേശുവാ എൻ്റെ ദൈവം. ഏതവസ്ഥയിൽ ഞാൻ പോയാലും യേശുവാ എൻ്റെ ദൈവം. എനിക്ക് രോഗം മാറിയിട്ട് ഞാൻ യേശുവിനെ ആരാധിക്കാനല്ല, ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത് അവിടെ നീ യേശുവിനെ ഉയർത്താമെങ്കിൽ, ആ കാരാഗൃഹത്തിനകത്ത് കടന്ന് അവർ യേശുവിനെ ഉയർത്തിയപ്പോൾ വാതിൽ തുറക്കാൻ തുടങ്ങി. തീക്കകത്തിട്ടപ്പോഴും അവര് ദൈവത്തെ തള്ളി പറഞ്ഞില്ല, അവിടെയും അവൻ വെളിപ്പെട്ടു വന്നു. സിംഹക്കൂട്ടിലിട്ട സിംഹത്തിന്റെ വായെ അടയ്ക്കാൻ കഴിവുള്ളൊരു ദൈവം. ആ ദൈവത്തിന്റെ വലിപ്പം നീ തിരിച്ചറിഞ്ഞ് അവന് നിന്റെ ജീവിതം കൊടുക്കാമെങ്കിൽ വിസ്മയിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. എൻ്റെ പ്രശ്നത്തെ ഞാൻ വലുതാക്കാതെ എൻ്റെ മുമ്പിലെ യേശുവിനെ ഞാൻ വലുതായി കാണുവാണെങ്കിൽ, ഈ വരും കാലങ്ങൾ കൃപയുടെ അത്യന്ത ധനമാണ് വെളിപ്പെടാൻ പോകുന്നത്. അത് റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:5-8 വരെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെക്കാട്ടിലും ഉപരി, മനുഷ്യരെല്ലാം ഉണ്ട്, മനുഷ്യർ കുറേ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ. എന്നാൽ ഏറ്റവും കൂടുതൽ ഉദാഹരണമാക്കാൻ പറ്റുന്ന ഒരാൾ യേശു തന്നെയാണ്. അവൻ മനുഷ്യരൂപത്തിൽ വന്നു, ദൈവത്തോടുള്ള അനുസരണത്തിൽ സകലത്തിനും അവൻ്റെ ജീവൻ വിട്ടു നൽകി. ദൈവം ചെയ്തത്, നീ ഈ അവസ്ഥയിലെല്ലാം പോയി നിന്നെ ഞാൻ സകലത്തിൻ്റെയും മേലിൽ വാഴാൻ വിളിച്ചിരിക്കുന്നു. ഇന്ന് ഏതെത്ര പേര് യേശു ചെയ്തതുപോലെ, യേശു പ്രാർത്ഥനയിലായിരുന്നു. യേശു ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കാനിരുന്നു. പാപമൊഴികെ സകലത്തിലൂടെയും കടന്നു പോയ ഒരാൾ, എന്നെയും നിങ്ങളെയും പോലെ തന്നെ ഒരാൾ, was connected with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു യേശു. ഇന്ന് അതേപോലെ എൻ്റെ അവസ്ഥയും എൻ്റെ സാഹചര്യവും എൻ്റെ കൂട്ടുകാരും എൻ്റെ റിലേറ്റീവ്സും അല്ല. യേശുവെ, നീയാ എനിക്ക് വിലപ്പെട്ടത്. അവനോടുള്ള അനുസരണത്തിൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുക്കാമെങ്കിൽ നിങ്ങളെയും സകലത്തിൻ്റെ മേലാക്കാനാണ് യേശു ആഗ്രഹിക്കുന്നത്. സമർപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ആ കൃപയുടെ വലിപ്പം വലുതായിട്ട് വരുന്നത്. കൃപ എൻ്റെ മേലുണ്ടോ? തുടക്കം തൊട്ട് എൻ്റെ മേലുണ്ട്. ഇന്ന് എത്ര പേർക്ക് തീരുമാനിക്കാം ഈ ഗ്ലാസ് ആക്കണോ അതോ ഇതിൻ്റെ വലിപ്പം ഞാൻ കൂട്ടണോ എന്നുള്ളത്. ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് നിന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിപരീതമായി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കൃപ ചെറുതായിക്കൊണ്ടിരിക്കുക. എന്നാൽ യേശുവേ, എൻ്റെ അവസ്ഥയിലോട്ടല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഇന്ന് നിന്റെ കരങ്ങളിലോട്ട് നോക്കുക, നിന്നിലോട്ട് നോക്കുക, നിന്റെ വലിപ്പത്തിലോട്ട് നോക്കുക. ഞാൻ കൃപയുടെ വലിപ്പവും വലുതാവാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വാസം മൂലം, നിന്റെ സ്നേഹം മൂലം, നിങ്ങളുടെ സമർപ്പണം മൂലം നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പം ഈ നാളുകളിൽ വലുതാവാൻ പോവുക. കാത്തിരുന്ന സമയമൊക്കെ കഴിഞ്ഞു. ഇന്ന് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്ന സമയമാണ്. ഞാൻ It is grace be visible in our lives. ഇന്ന് ഏതവസ്ഥയിലും ആയിക്കോട്ടെ, അവനെ വിട്ടുകൊടുക്കാമെങ്കിൽ, 5 അപ്പത്തെ കൊടുത്ത് വർദ്ധിപ്പിച്ച ദൈവം, ആ പടകിനെ നിറച്ച ദൈവം, ഇന്ന് ഏതവസ്ഥയിലും ആയിക്കോട്ടെ, യേശുവെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുവാ. ഈ സമർപ്പണത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ വിട്ടുകൊടുക്കുന്നിടത്തെ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നീ വിട്ടുകൊടുക്കാമെങ്കിൽ ഇന്നത്തെ ദിവസം നിന്റെ രോഗത്തിൻ്റെ അവസാന ദിവസമാ. നിങ്ങളുടെ ഏത് ശൂന്യമായതിൻ്റെയും അവസാന ദിവസമാ. തിരിച്ചു ചെല്ലുമ്പോൾ നിറയാൻ തുടങ്ങുന്നത് കണ്ട് റെഡി ആയിക്കോണം, എക്സൈറ്റഡ് ആയിക്കോണം.